ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജോഷ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ലുലുവിലാണുള്ളത്. കുവൈറ്റിലെ ദജീജ് എന്ന സ്ഥലത്തുള്ള ലുലുവിലാണുള്ളത്. അപ്പോൾ ഈ ടോയ്സൊക്കെ കൈ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ ടോയ് മേടിക്കാൻ വന്നതല്ല. ഇന്നത്തെ വീഡിയോയിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് ബ്ലോഗാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞത് കുറച്ച് എന്താ പറയുക 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ അവർ കൊടുക്കുന്നൊരു ഐറ്റം. അത് വളരെ ഈസി ആയിട്ട് ചെറിയ വിലയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ചൂട് സീസണാണ്. അപ്പോൾ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ തണുപ്പോട് കൂടി കഴിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ ഫ്രൈഡ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മുട്ട വേണം, ബ്രെഡ് ക്രംസ് വേണം. ഈ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രെഡ് ക്രംസ് അല്ല. നോർമലി നമുക്കൊരു ബ്രൗൺ കളറിൽ നല്ല പൗഡർ ഫോമിലുള്ളത് കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫ്ലേക്സ് പോലെ കാണുന്ന ബ്രെഡ് ക്രംസ് ആണ്. നോർമലി ഉള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നോർമലി ഉള്ളത് ഭയങ്കര പൗഡർ ഫോം ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഒത്തിരി ടൈം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ബ്രെഡ് ക്രംസ് പാൻകോ ബ്രെഡ് ക്രംസ് ആണ്. ഇതിപ്പോൾ ഞാൻ ഒത്തിരി വലിയ കവർ മേടിച്ചിട്ടുണ്ട്. ചെറുതും കിട്ടും നമുക്ക് കേട്ടോ. ഞാനിത് ലുലുന്നാണ് ഇവിടെ വാങ്ങിയത്. നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കിട്ടുമായിരിക്കും. പിന്നെ ഇതൊരു ബൗള്. ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഐസ്ക്രീം. അത് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ സ്കോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് കാണാം. നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടയൊന്നും നന്നായി ബീറ്റ് ചെയ്യണം. നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കില്ലേ മുട്ട, സെയിം വേയിൽ തന്നെ ഈ മുട്ടയും ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഈസി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ഫ്രൈഡ് ഐസ്ക്രീം നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ബോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീം എടുക്കുന്നു. ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്നു. ഇത് ഫസ്റ്റ് ഒന്ന് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ ആ ഷേപ്പ് ഒന്ന് നമുക്ക് കിട്ടുള്ളൂ. നേരിട്ട് നമ്മൾ എഗ്ഗിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആകെ അടുത്ത് പോകുന്നത്. അതുകൊണ്ട് ഒരു ഷേപ്പ് കിട്ടാണെങ്കിൽ നമ്മൾ നന്നായി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് അതിനുശേഷം പിന്നെ എഗ്ഗിൽ മുക്കിയിട്ട് തിരിച്ച് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇടും. ഒരു ബോൾ ഷേപ്പിലായിട്ടുണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഉണ്ടാക്കണം. ഗ്ലൗസ് ഇട്ടപ്പോഴത്തേനും ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ അത്ര നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ഒലിച്ച പോലെയൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലാകുമ്പോഴത്തേനും നമ്മൾ തന്നെയെല്ലാം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൗസ് ഇല്ലാതെ നമുക്ക് കൈ വെച്ചും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കൈ വെച്ചതിന് ചെയ്യുന്നത് കേട്ടോ. ഇനി അപ്പോൾ അടുത്ത ബോൾ എടുക്കുന്നു. ഐസ്ക്രീം ബോൾ എടുത്ത് ക്രംസിനകത്തേക്ക് ഇടുന്നു, കോട്ട് ചെയ്യുന്നു. ഈ ക്രംസിനകത്ത് ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ നമുക്ക് ഇപ്പം ഞാനൊരു ബോൾ ഷേപ്പ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഷേപ്പ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണേ. ഷേപ്പ് അതായത് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവൽ ഷേപ്പ്. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എനിക്ക് തോന്നുന്നു കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷേപ്പ് ആക്കും. പക്ഷെ നമുക്ക് ഇത് ഐസ്ക്രീം ആയതുകൊണ്ട് അങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഇതിനെ ഡിപ്പ് ചെയ്യാൻ പറ്റില്ല. എഗ്ഗിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. ഒരു കോട്ടും കൂടി നമ്മൾ ബ്രെഡ് ക്രംസിന് കൊടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ നോർമൽ ബ്രെഡ് ക്രംസിൽ വെച്ച് ചെയ്യുന്ന അതിനേക്കാളും ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇത്.
അത് ഭയങ്കര പൊടി പോലെ ഇരിക്കുന്നത് നമുക്ക്. അല്ല നോർമലി ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് എടുക്കായിരിക്കും നല്ലത്. പാൻകോണിൻ്റെ അതായത് കുറച്ചുകൂടി ബ്രെഡ് ഫ്ലേക്സ് ഉള്ള ടൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീമിന് വേണ്ട ബോൾസ്, ഐസ്ക്രീം ബോൾസ് കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു 1 hour എങ്കിലും മിനിമം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും. നമുക്ക് പാർട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത് റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ആവശ്യ സമയത്ത് എപ്പോഴാണെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മറക്കരുത്, ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എല്ലാം പോവും. നമുക്കറിയാം ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ മാക്സിമം ഫ്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ നന്നായി ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കടായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കടായി നമ്മൾ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ എടുക്കാം, കോൺ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നന്നായി ചൂടാവണം. നോർമലി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയല്ല, നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് ഇത് ചൂട് കുറയ്ക്കാനേ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടേ. അപ്പോൾ നന്നായിട്ട് ഈ ഓയിൽ ചൂടാവാനായിട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നോർമലി ഒരു എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്ന പോലെ ഇതിനകത്തോട്ട് ഇട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കല്ല ചെയ്യുന്നത്. ഇതുപോലെ ഒരു അരിപ്പ, ഇതിനകത്തേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസില്ലേ, ആ ബോൾ ഇതിനകത്ത് വെക്കുന്നു. ജസ്റ്റ് ഇതോടുകൂടെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ജസ്റ്റ് ഗോൾഡൻ, നമുക്ക് മറിച്ച് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓയിൽ അത്രമാത്രം ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്യാൻ മീൻസ് അത് മുങ്ങി കിടക്കുന്ന അത്ര ഓയിൽ വേണം. അത് അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ, മറച്ചിടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും സംഭവം റെഡിയായി. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. സെയിം ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്നു, സെർവ് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാനും പറ്റും അങ്ങനെയാകുമ്പോൾ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി. അപ്പോൾ നമ്മൾ അരിപ്പയ്ക്കകത്ത് നമ്മുടെ ബോള് വെച്ചു. ഇനിയിപ്പോൾ അത് മുക്കിയെടുക്കാണ് എണ്ണയ്ക്കകത്ത്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പ തന്നെ നോക്കി തിരിച്ചാൽ മതി. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മളിത് പുറത്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് ഐസ്ക്രീമിൻ്റെ 2 ബോള് നമ്മൾ ഇവിടെ ഒരു കാരമലൈസ് ചെയ്ത ഒരു ഡെക്കറേഷൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് വെച്ചു സെർവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, നമ്മുടെ നോർമൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് നമുക്കിതിൻ്റെ ഒരു ടെക്സ്ചർ കാണാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഒത്തിരി പൗഡർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും പറ്റാവുന്നവർ ഈ പാൻകോൻ്റെ ഈ ഫ്ലേക്സ് പോലത്തെ ഈ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുക. അതല്ല ഇപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ നോർമൽ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് മതി. ഇങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ക്രംസ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഏതായാലും സെർവ് ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഡെക്കറേഷനും കൂടി ഇതുമ്മ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ഒരു സോസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗനാഷയാണിത്, ചോക്ലേറ്റ് ഗനാഷ. അതൊക്കെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ, വീട്ടിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചു. പിന്നെ നമ്മുടെ പിസ്തയോ അല്ലെങ്കിൽ ആൽമണ്ടോ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടി ക്രഷ് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ മേളിൽ ഇട്ടു. അതിൻ്റെ മേളിലൊരു ചെറി കൂടി സെറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുമായി കഴിക്കാനും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന ഈ ഒരു ഐറ്റം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമ്മളിത് എങ്ങനെ കഴിക്കുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെന്ന്, അപ്പോൾ അവരുമായിട്ട് എങ്ങനെ നമ്മളത് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അവരുടെ ഒരു റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. അത് മാത്രമല്ല നമ്മുടെ ചാനലിന്റെ പേര് മറക്കരുത്, ജോഷ് ബ്ലോഗ്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അതായത് ഇത് പ്രൊഫഷണലായിട്ട് നമ്മൾ ഫ്രൈഡ് ഐസ്ക്രീം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഐറ്റം. ടേസ്റ്റുമാണ്, മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എന്നും ചുമ്മാ ഐസ്ക്രീം കഴിക്കുന്നതിനേക്കാളും ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം. ചൂടോടുകൂടി തണുത്ത ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതിലൊരു കൗതുകം തോന്നും മക്കൾക്ക്. വറുത്ത ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും ഓർക്കുന്നു, എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ജോഷിയേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോഷിയേട്ടൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാന്ന് പറയും നമ്മുടെ അടുത്ത്. ഇതിപ്പോ കിട്ടിയിട്ടുണ്ട്. വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് ഇത് ഈ സമയത്ത് നമ്മളൊരു ആളെ ഓർക്കണം, അതായത് മനുവിനെ, എൻ്റെ അളിയനെ. മനു ഷെഫാണ് ദുബായില്. അവനാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ വെക്കേഷന് പോയപ്പോ അവൻ ഉണ്ടാക്കി തന്നാണ് ഈ ഫ്രൈഡ് ഐസ്ക്രീം. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവന് ഈ ഒരു അവസരത്തിൽ ഓർക്കണം നല്ലതായിരിക്കും എനിക്ക് തോന്നി. പിന്നെ അത് കഴിച്ചു നോക്കാൻ പോവാണ്. കഴിച്ചു നോക്കിയിട്ട് ബാക്കി വിശേഷം പറയാം. ഓ പൊളി, എൻ്റെ പൊന്നു, സൂപ്പർ. എൻ്റെ പൊന്നു, റിച്ച് സാധനം, അടിപൊളി. രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐസ്ക്രീം, വറുത്ത ഐസ്ക്രീം ട്രൈ ചെയ്യുക. അപ്പോൾ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ഡിസേർട്ടാണ് നമ്മുടെ ഈ ഫ്രൈഡ് ഐസ്ക്രീം. പെട്ടെന്ന് തന്നെ പാത്രം കാലിയാക്കും നമ്മുടെ പിള്ളേർ സെറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ അഡൽട്ട്സിനും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം. അതെ അല്ലേ? അപ്പോൾ എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ട്. പിന്നെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. ജോഷ് ബ്ലോഗ്സ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.